ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ പേര് വെയിറ്റിംഗ് ആണ്. കുറേ പേര് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടും എല്ലാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ എന്തായാലും അധികം നീട്ടിക്കൊണ്ടാവാണ്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കല്യാണ ദിവസത്തെ തലേന്നത്തുള്ള പ്രോഗ്രാമിൻ്റെ ഒക്കെ വീഡിയോ ആണ് ഇട്ടത്. അതായത് സംഗീത് നൈറ്റ് എന്നോ അല്ലെങ്കിൽ പച്ച കല്യാണം എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും പച്ച ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഷെയർക്കാണെങ്കിലോ 2-3 ഫോണൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായതാണ്. പക്ഷേ എനിക്ക് പുറത്ത് പ്രോഗ്രാമിന് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നൊക്കെ വരുമ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കും. അങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മൾ ഇവിടേക്ക് എത്തുമ്പോഴേക്കും കുറേ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ആണെങ്കിൽ പുറത്ത് വേറെ പ്രോഗ്രാമിന് പോകാനുണ്ടായിരുന്നു. അത് പിന്നെ വെച്ചാൽ എനിക്ക് സാധാരണ എപ്പോഴും കുടുംബത്തിൽ ഏത് കല്യാണം ഉണ്ടാകുമ്പോഴേക്കൊക്കെ പുറത്ത് പ്രോഗ്രാം ഉണ്ടാവും കേട്ടോ. അതാണെങ്കിൽ നേരത്തെ ബുക്ക് കൊണ്ടിട്ട് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നൊക്കെ എന്നെ ഇവിടെ ആക്കിയിട്ട് കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നൊക്കെ ഇല്ലാത്തൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു വീഡിയോസിലും ഫോട്ടോസിനൊക്കെ കാണാനുള്ള സാധ്യത ഒന്നുമില്ല. പിന്നെ പാട്ട് പാടുമ്പോൾ മാത്രം സ്റ്റേജിലൊക്കെ അധികം കാണട്ടെ, അല്ലാണ്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എങ്ങനെ വൈകിയാലും ഒക്കെ നേരത്തിന് അവിടെ പാട്ട് പാടാനുള്ള സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. പിന്നെ ഒക്കെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും പരിപാടി ഒന്നും കൂടി കൊടുക്കും, നല്ല അടിപൊളിയാവും കേട്ടോ. കാരണം പാട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഉഷാറാവല്ലോ. പിന്നെ നമ്മളെ ഡാൻസും കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവും. പിന്നെ വെച്ചാൽ കുറേ ആളുകളൊന്നും അങ്ങനെ ക്ഷണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഫാമിലിയുള്ള ആൾക്കാർ തന്നെയാണ് അധികം ഫംഗ്ഷൻ ഉള്ളത്. പ്രത്യേകിച്ച് തലേന്നത്തെ ഫംഗ്ഷന് നമ്മൾ ഫാമിലിയുള്ള ആൾക്കാരും പിന്നെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരും അയൽവാസികളൊക്കെ അങ്ങനെയൊക്കെ ആണിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട്, അടിപൊളിയാണ്, സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം വെച്ചാൽ ചില ആൾക്കാരൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് പരിചയപ്പെടുമ്പോൾ എന്നെ അറിയാം, പിന്നെ യൂട്യൂബ് കാണലുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കുന്ന ഇടയിൽ കൂടി ഞാൻ ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എൻ്റെ അനിയനും അനിയൻ്റെ വൈഫും പെങ്ങളും മോളും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ ഒരുപോലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിൽ കുറേ ആൾക്കാർ ഇനിയും ഫില്ല് ചെയ്യാനാണ് കേട്ടോ. എൻ്റെ അമ്മ ഇല്ല, പിന്നെ ഞങ്ങളൊന്നുമില്ല കേട്ടോ ഈ ഫോട്ടോയിൽ. കാരണം കിട്ടിയത് പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാരെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്തതാണ്. അപ്പോൾ അതും കൂടി ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലും അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഫോണിൽ ചെറിയൊരു പണി കിട്ടിട്ടോ. ഇടയ്ക്ക് ഡിസ്പ്ലേ പോയിട്ട് തീരെ ക്ലാരിറ്റി ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ ആ ഒരു വെളിച്ചത്തിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ആക്കണം കേട്ടോ. പിന്നെ ആണെങ്കിൽ കുറേ ആളുകളുടെ ഫോണിൽ നിന്ന് വീഡിയോസ് എടുത്തതൊക്കെ കൂടി വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ തീരെ ഡിസ്പ്ലേ പോയതിന് ശേഷം തീരെ ചാർജ് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. നെയ്റമൊക്കെ ആണെങ്കിൽ തട്ടിട്ട കുളൂസാക്കലാണ് കേട്ടോ. ഫുള്ള് തട്ടിട്ടിട്ട് ആൾ എന്തോ വലിയ സംഭവം കിട്ടിയ മാതിരി അതിട്ടിട്ട് അങ്ങനെ സെയിലാക്കുന്നത് കേട്ടോ.
you guided by it's now or never much you decide come break a leg yo fly and ride இந்த உலகத்தில் உன்னை வெல்ல வீர யார் நீ போடும் சத்தம் தரு வெற்றி பாடு நெஞ்சிதில்ல ஏத்தி நீ வாழ்ந்து காட்டு தடி போடும் சட்டம் அதை மாத்தி காட்டு அடிச்சராகம் படிச்சு துள்ளாம் கிடைச்சு சொல்றாம் അറിഞ്ഞു കൂടാം മതിച്ചിടുമ്പോൾ ഉതിർന്ന വീർപ്പിൽ പൊതിച്ചതെല്ലാം തിരിച്ചു നേടാം ഇതാണല്ലോ തകിട്ട് താളം ഇനിയല്ലോ തകതിന് മേളം കൊഴുപ്പ് കൂട്ടാൻ നർത്തകിയെത്തി വരുമ്പോൾ തുടങ്ങാം ഓളം
ഡാൻസും പ്രോഗ്രാമും പിന്നെ ഇക്കൻ്റെ പാട്ടും അതുപോലെ തന്നെ ഷാഫിക്കൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ അല്ലാണ്ട് വേറെയും കുറേ വെറൈറ്റി ഐറ്റംസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അന്നത്തെ വീഡിയോസ് ഒന്നും ഞാൻ ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു പക്ഷേ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്തതാണെങ്കിൽ എൻ്റെ ചാനൽ ചിലപ്പം ഒന്നെങ്കിലും ഉയർച്ചയിലെത്തും അല്ലെങ്കിൽ വൈറലാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. എന്തായാലും മാഷല്ലാ പരിപാടിയൊക്കെ അടിപൊളിയാക്കിയിട്ട് ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ തലേന്നത്തെ പ്രോഗ്രാമിൻ്റെ ഓരോ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് മാരേജിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ.